എല്ലാവർക്കും സലു സിമ്പിൾ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുപോലെയുള്ള തിളച്ചു മറിയുന്ന കറി ഇഷ്ടമില്ലാത്തവരായിട്ട് നമ്മൾക്കിടയിൽ ആരാണ് ഉണ്ടാവുന്നത്? അതുപോലെയുള്ള ഒരു കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ ഉലുവയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു 15-16 ചുവന്നുള്ളി ഇതുപോലെ മുഴുവനായിട്ടുള്ളത് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പലഹാരത്തിനൊക്കെ പറ്റിയ കറിയായതുകൊണ്ടാണ് വലിയ ജീരകം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 നല്ല പഴുത്ത തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വട്ടത്തിൽ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്, പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു തക്കാളിയും ചുവന്നുള്ളിയും പൊടികളും ഒക്കെ യോജിക്കത്തക്ക രീതിയിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പോളം വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചിട്ട് മൂടി വെച്ച് ഒന്ന് റെഡിയാക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അടപ്പ് തുറന്ന് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടോ, എല്ലാം കറക്റ്റ് പരുവമാണ്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുക്കണം. തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചിട്ട് അതേ മൺചട്ടിയിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിനിയിപ്പം ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ അത് ലൂസാക്കാൻ വേണ്ടിയിട്ട് ആ മിക്സിയുടെ ജാറിനെ വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ പാകത്തിന് നമുക്ക് എടുക്കുമ്പോൾ അറിയാലോ എത്ര വെള്ളം വേണം എന്നുള്ളത്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം വേണമെടുത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം. അപ്പം നിങ്ങൾ നോക്കണം ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാനിപ്പം മൂടി വെച്ചു കൊടുക്കാണ്. വീണ്ടും ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് അടപ്പ് മാറ്റി ഇപ്പം വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പോളം പുളി പിഴിഞ്ഞ് എടുത്തതാണ്. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ പലരും ചോദിക്കും കുടംപുളി ഇട്ടാൽ മതിയോന്ന്. ഈ ഒരു കറിക്ക് പുളിവെള്ളം, അതായത് പിഴുപുളി ഉപയോഗിച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. വീണ്ടും അതൊന്ന് തിളയ്ക്കാൻ നമുക്ക് മൂടി വെക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വീണ്ടും വെട്ടി തിളയ്ക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് പച്ചമുളക് ഞാൻ 3 എണ്ണം, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മുളകാണ് ഇട്ടത്. പിന്നെ നെയ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നെയ്മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നെയ്മീൻ വെച്ചുണ്ടാക്കുമ്പോൾ ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഇതുപോലത്തെയുള്ള ഒരുപാട് കറികൾ ഞാൻ പല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി മീൻകറി തന്നെയാണിത്. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിന് മീതെ ഇട്ടിട്ട് ഞാൻ ഇനിയിപ്പോൾ ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ കേട്ടോ. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്ക് തന്നെ ഞാൻ അടപ്പ് മാറ്റുമ്പോഴേക്ക് കണ്ടോ കറി ഒന്ന് കുറുകിയിട്ട് തിള വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിൽ താളിച്ചിടണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് കടുകും വറ്റൽ മുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ താളിച്ചത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അടിപൊളി മുളകിട്ട മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൂടെ അറിയിക്കണം കേട്ടോ.